കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്കം തുടരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം പുരോഗമിക്കുകയാണ്. രാത്രിയോടെ പ്രഖ്യാപനം ഉണ്ടാകും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം എത്ര സമയം നീണ്ടു നിൽക്കും? എത്ര മണിയോടുകൂടിയായിരിക്കും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഉണ്ടാവുക? ഈ വടകര, വയനാട്, ഇടുക്കി മണ്ഡലങ്ങളിൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ വസതിയിലാണ്. ഇവിടെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കോൺഗ്രസിൻ്റെത് ആരംഭിച്ചിരിക്കുന്നത്. 6:15 യോഗം ആരംഭിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിന് രൂപം നൽകാനാണ് ഇന്നത്തെ യോഗം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളം കഴിഞ്ഞാൽ പിന്നെ ഛത്തീസ്ഗഡ്, ഒഡീഷ, ഉത്തർപ്രദേശിലെ ഒരു ഘട്ടം അടക്കം 4 സംസ്ഥാനങ്ങൾ. എന്തായാലും ഈ 4 സംസ്ഥാനങ്ങളുടെയും തീരുമാനത്തിനു ശേഷം മാത്രമേ ഒരുമിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഇതിനു മുമ്പ് 2 സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ കോൺഗ്രസ് പുറത്തിറക്കിയിരുന്നു. പക്ഷെ അതൊക്കെ രാത്രി 9 മണി കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്രാവശ്യവും 3ാം ഘട്ട ചർച്ച ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങാൻ രാത്രി ഏറെ വൈകും എന്ന് തന്നെയാണ് സൂചന. നിലവിൽ കേരളത്തിലാകട്ടെ സിറ്റിംഗ് എംപിമാരടക്കമുള്ള ചില സീറ്റുകളിൽ ധാരണയായി എന്നതിനപ്പുറത്തേക്ക് 4 സീറ്റുകളിൽ ഇപ്പോഴും ഒന്നിലേറെ പേരുകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിങ്ങലും ആലപ്പുഴയിലുമാണ്. അടൂർ പ്രകാശ്, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവരുടെ പേര് 2 മണ്ഡലങ്ങളിലുമുണ്ട്. ഈ 2 മണ്ഡലങ്ങളിലും ഇരുവരിൽ ആരെയാണ് മത്സരിപ്പിക്കേണ്ടതെന്ന കാര്യത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിൽ ഭിന്നതയുണ്ട്. ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അതിലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. മറ്റൊന്ന് ഇടുക്കിയിലാണ്. ഡീൻ കുര്യാക്കോസിന്റെയും ജോസഫ് വാഴക്കിന്റെയും പേരാണ് ഇടുക്കിയിൽ സജീവമായിരിക്കുന്നത്. ഏറ്റവും ഏറെ വലിയ തർക്കമുണ്ടായിരിക്കുന്നത് വയനാട് സീറ്റിനെ സംബന്ധിച്ചാണ്. വയനാട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് എന്ന് മാത്രമല്ല ഏറെ വിജയ സാധ്യതയുള്ളൊരു സീറ്റ് ആയതുകൊണ്ട് AI ഗ്രൂപ്പുകൾ 2 പേരും ഈ വയനാട് സീറ്റിനായി പിടിവാശിയിലാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ I ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റാണ്. I ഗ്രൂപ്പിന്റെ പ്രമുഖനായ നേതാവ് അബ്ദുൾ മജീദ് KPCCയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്നാണ് I ഗ്രൂപ്പിന്റെ ആവശ്യം. സാധ്യതാ പട്ടികയിൽ മുൻഗണന അബ്ദുൾ മജീദിനുണ്ട് എങ്കിൽ പോലും സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി വളരെ ശക്തമായി തന്നെ വാദിക്കുന്നു. കൂടാതെ VV പ്രകാശിന് വേണ്ടി AK ആന്റണി വയനാട് സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി AK ആന്റണി തമ്മിൽ ധാരണയെത്തണം. സിദ്ദിഖ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം എങ്ങനെ വയനാട്ടിൽ മത്സരിക്കുമെന്ന ചോദ്യം I ഗ്രൂപ്പ് ഉയർത്തുന്നുണ്ട്. എന്നാൽ പോലും ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ സിദ്ദിഖിന് വേണ്ടി വയനാട് നൽകിയേ മതിയാവുള്ളൂ എന്ന കടുംപിടുത്തത്തിലാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. ഉമ്മൻചാണ്ടി പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല. ഉമ്മൻചാണ്ടി ഇന്നലെയും ഇതിനു മുമ്പ് നടന്ന യോഗത്തിലുമായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോടും മുല്ലപ്പള്ളി രാമചന്ദ്രനോടും ഇത് ശക്തമായി ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വടകരയിൽ മറ്റൊരു സീറ്റാണ്. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ കോഴിക്കോട് കൗൺസിൽ, അദ്ദേഹം പേര് സജീവമായിരുന്നു. പക്ഷേ വിദ്യാബാലകൃഷ്ണന്റെ പേര് സജീവമായപ്പോൾ തന്നെ വലിയ പ്രാദേശികമായ എതിർപ്പുണ്ടായി. ഇതിന് പകരം രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരും സിദ്ദിഖിന്റെ പേരും ഈ വടകരയിലും സജീവമായി ഉണ്ട്. അഥവാ വയനാട് സീറ്റ് സിദ്ദിഖിന് കിട്ടിയില്ല എങ്കിൽ പിന്നെ വടകരയിലേക്ക് സിദ്ദിഖിനെ മത്സരിപ്പിക്കുന്ന കാര്യം പോലും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ 4 മണ്ഡലങ്ങളിൽ ഒറ്റ പേരുകളിലെത്തണം. ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് മുമ്പെങ്കിലും നേതാക്കൾ ധാരണയിലെത്തിയേ മതിയാവുകയുള്ളൂ. കേരളത്തിന്റെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ എന്ന നിലയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് സമിതിയിലെ സ്ഥിര അംഗങ്ങളായ AK ആന്റണി, KC വേണുഗോപാൽ തുടങ്ങിയവരുടെ താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കും കേരളത്തിന്റെ കാര്യത്തിൽ അന്തിമ ധാരണയിൽ എത്തുക. അശ്വതി, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാത്രി ഏറെ വൈകി അറിയാൻ കഴിയും എന്നാണ് സന്തോഷ് നൽകുന്ന വിവരങ്ങൾ. ഇപ്പോൾ കിട്ടിയ ഒരു ദുഃഖകരമായ വാർത്തയിലേക്ക്. ന്യൂസിലാൻഡ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസി അലി ഭാവയാണ് മരിച്ചത്. വിവരങ്ങളുമായി അഭിറാം തൃശൂരിൽ നിന്നും ചേരുകയാണ്. അഭിറാം, ഇവർ തൃശൂർ സ്വദേശിനിയാണ്, കൊടുങ്ങല്ലൂർ സ്വദേശിനിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വീട്ടുകാർക്ക് എപ്പോഴാണ് ഈ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായത്? എത്ര വർഷമായി ഇവർ ന്യൂസിലാൻഡിലാണ്? ശരി, അല്പസമയം മുമ്പാണ് ഇവരുടെ ബന്ധുക്കൾക്ക് ഈ മരണ സംബന്ധമായ ഫോൺ കോൾ ലഭിച്ചത്. ആദ്യം ലഭിച്ച വിവരം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും എന്നാൽ സുരക്ഷിതയാണെന്നാണ് ആദ്യം ലഭിച്ച വിവരം. പക്ഷെ ഇപ്പോൾ അവസാനമായി മരിച്ചു എന്ന വിവരം കുടുംബത്തിൽ ലഭിക്കുകയായിരുന്നു. ന്യൂസിലാൻഡിലെ ഈ മുസ്ലിം പള്ളിയിൽ ഇവർ അവിടെ താമസിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കൊടുങ്ങല്ലൂരിലെ തിരുവള്ളൂർ പൊന്നത്ത് അബ്ദുൾ നാസറിന്റെ ഭാര്യയാണ് മരിച്ച അൻസി. അബ്ദുൾ നാസറോടൊപ്പം തന്നെ 3 വർഷമായി ഇവർ അവിടെ ന്യൂസിലാൻഡാണ് താമസം. ഇവിടെ ലിങ്കോൺ യൂണിവേഴ്സിറ്റിയിലെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയാണ് മരിച്ച അൻസി.
ഈ ഭർത്താവ് നാസർ അവിടെ ന്യൂസിലാൻഡ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഇവർ രണ്ടുപേരും അവിടെ ആണ് താമസിച്ചിരുന്നതും ഈ പള്ളിയിൽ തന്നെയാണ് താമസിച്ചത്. ഈ അക്രമത്തിൽ നാസറിന് പരിക്കേറ്റില്ല. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. നാസർ തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് ഈ പരിക്കിന്റെ കാര്യം. രണ്ടാമതാണ് ഈ മരണം സംബന്ധിച്ച സ്ഥിരീകരണം ഇപ്പോൾ ഇവർക്ക് ലഭിച്ചത്. എന്തായാലും ഈ അപകടത്തിന് മലയാളി കൂടി മരിച്ച ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കൊടുങ്ങല്ലൂർ TKS-പുരം കരിപ്പാത്ത് അലിബാബ, അദ്ദേഹം മരിച്ച ആളാണ്. അലിബാബയുടെ മകളാണ് അൻസി. 2 വർഷം മുമ്പാണ് അൻസി നാസറും വിവാഹിതരായത്. നാസർ 3 വർഷം മുമ്പ് ന്യൂസിലൻഡിലും അൻസി 1 വർഷം മുൻപാണ് ന്യൂസിലൻഡിലേക്ക് പോയത്. അവിടെ താമസിച്ചു വരികയാണ് ഈ പള്ളിയിൽ ആക്രമണം നടത്തിയതും ഇവർ കൊല്ലപ്പെടുകയും ചെയ്ത സ്ഥിതി. അഭിറാം, ഈ പള്ളി ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിലാണോ ഈ യുവതിയും അവരുടെ ഭർത്താവും താമസിച്ചിരുന്നത്? അതെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇവർ താമസിച്ചതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ താമസിച്ചു വരുന്നതിനിടെയാണ് ഈ ഒരു അക്രമം ഉണ്ടായതും. എന്തായാലും ഈ അക്രമത്തിൽ നാസറിന് പരിക്കേറ്റില്ല. പക്ഷെ അൻസി അപ്പോൾ അവിടെ ഉണ്ടാവുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരും അവിടെ തന്നെയാണ് താമസിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ ആക്രമണത്തിൽ ആദ്യം പരിക്കേറ്റു എന്നൊക്കെ പറയുകയും ഇപ്പോൾ ഒടുവിൽ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. നാസറിന് പരിക്കേറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അഭിറാം, ഇവരുടെ മൃതദേഹം തൃശൂരിലേക്ക് കൊണ്ടുവരുമോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണം വീട്ടുകാർക്ക് ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ആയിട്ടില്ല. കാരണം ഭർത്താവ് അവിടെ തന്നെയുണ്ട്. ഈ സംബന്ധിച്ചൊരു അറിയിപ്പ് മാത്രമാണ് വീട്ടുകാർക്ക് ലഭിച്ചത്. ഈ മരിച്ച അൻസിയുടെ ഉമ്മയ്ക്കാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയത്. പക്ഷേ നിലവിൽ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുമോ അതോ അവിടെ തന്നെ കബറടക്കുമോ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും ഭർത്താവും ബന്ധുക്കളും തമ്മിലുള്ള കൂടുതലും ശേഷം മാത്രമായിരിക്കും അത്തരം തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. ഈ ഭർത്താവിനെ തന്നെയാണോ വീട്ടുകാർക്ക് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണോ ഇത്തരത്തിലൊരു വിവരം ഇവരുടെ വീട്ടിൽ ലഭിച്ചത്? ഇല്ല, അൻസിയുടെ ഭർത്താവ് നാസർ തന്നെയാണ് ഈ വിവരം ഇവിടെ അറിയിച്ചതും. നേരത്തെയും ഇദ്ദേഹം തന്നെയാണ് പരിക്കേറ്റുള്ളത് വീട്ടുകാരെ അറിയിച്ചത്. അതിനുശേഷവും മരണ വാർത്തയും അദ്ദേഹം തന്നെയാണ് വീട്ടുകാരെ അറിയിച്ചതെന്നാണ് നമുക്ക് വീട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതിൽ മറ്റ് ഗുജറാത്തിൽ അടക്കമുള്ള ഇന്ത്യക്കാരും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. എന്തായാലും ഈ നാസർ തന്നെയാണ് വീട്ടിലേക്ക് ബന്ധുക്കളെ വിളിച്ച് അൻസിയുടെ മരണവും മറ്റ് അപകട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ആശ്വാസകരമായ മറ്റൊരു വിവരം, മൂവാറ്റുപുഴ സ്വദേശിനിയായ ഒരു ആൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവർ രക്ഷപ്പെട്ടിരിക്കുന്നു ഈ ആക്രമണത്തിൽ എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ. ഞാനിപ്പോൾ ഇന്നലെ സംഭവം നടത്തതിൻ്റെ അടുത്ത സ്ഥലത്ത് വന്നതാണ്. ഇന്നലെ ഞാനും ഉണ്ടായിരുന്നു അവിടെ. 1:30 മണിക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ ഞാനും എൻ്റെ സുഹൃത്തും കൂടി പള്ളിയിൽ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ പള്ളിയിൽ വന്ന് എൻ്റെ പള്ളിയുടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിന് ഉള്ളിലേക്ക് കയറിപ്പോയി. എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിച്ചിട്ട് ഞാൻ ഫോണിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വെടി പൊട്ടുന്ന, ഏകദേശം പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒരാൾ തോക്കുമായിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് വെടിവെച്ച് കയറി പോവുകയാണ്. 1-2 പേരും മരിച്ചു വീണ് ഞാൻ അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഓടി ഒരു സ്ഥലത്ത് ഒളിച്ചു. അതിനുശേഷം പിന്നീട് വെളിയിലേക്ക് ആൾ വന്ന് വെടിവെക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് രക്ഷപ്പെട്ടോന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അവനൊരു മതിലിയാടി ഒരു വീട്ടിൽ ഒളിച്ചു, പിന്നെ രക്ഷപ്പെട്ടു. ഈ ഭീകരാക്രമണത്തിൽ രക്ഷപ്പെട്ട മലയാളി മൂവാറ്റുപുഴ സ്വദേശി, അദ്ദേഹം വളരെ വികാരനിർഭരമായാണ് ആ സംഭവം വിവരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഞാനിപ്പോൾ ഇന്നലെ സംഭവം നടത്തതിൻ്റെ അടുത്ത സ്ഥലത്ത് വന്നതാണ്. ഇന്നലെ ഞാനും ഉണ്ടായിരുന്നു അവിടെ. 1:30 മണിക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടി പള്ളിയിൽ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ പള്ളിയിൽ വന്ന് എൻ്റെ പള്ളിയുടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിന് ഉള്ളിലേക്ക് കയറിപ്പോയി. എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിച്ചിട്ട് ഞാൻ ഫോണിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വെടി പൊട്ടുന്ന, ഏകദേശം പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒരാൾ തോക്കുമായിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് വെടിവെച്ച് കയറി പോവുകയാണ്. 1-2 പേരും മരിച്ചു വീണ് ഞാൻ അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഓടി ഒരു സ്ഥലത്ത് ഒളിച്ചു. അതിനുശേഷം പിന്നീട് വെളിയിലേക്ക് ആൾ വന്ന് വെടിവെക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് രക്ഷപ്പെട്ടോന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അവനൊരു മതിലിയാടി ഒരു വീട്ടിൽ ഒളിച്ചു, പിന്നെ രക്ഷപ്പെട്ടു. സിപിഎമ്മിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു. 45 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റ് വീതമാണ് ആദ്യഘട്ട പട്ടികയിൽ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നിന്നുള്ള സീറ്റിൽ ഷെരീഫ് ഖാനാണ് മത്സരിക്കുന്നത്. അസം, തമിഴ്നാട്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ സിപിഐഎം തീരുമാനിച്ചു. കേരളത്തിലും പശ്ചിമബംഗാളിലും 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി.
ജെഡിഎസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി ബിഎസ്പിയിൽ ചേർന്നു. യുപിയിൽ ജെഡിഎസിന് വലിയ സ്വാധീനം ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെന്ന് ഡാനിഷ് അലി. ഭരണഘടനാ ഭീഷണികൾ നേരിടുന്ന കാലത്ത് ശക്തമായ പക്ഷത്തോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണെന്നും മായാവതി ഏൽപ്പിക്കുന്ന കർത്തവ്യം ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുമെന്നും ഡാനിഷ് അലി ബിഎസ്പിയിൽ ചേർന്നതിന് ശേഷം വ്യക്തമാക്കി. കർണാടകയിൽ കോൺഗ്രസ് ജെഡിഎസ് സീറ്റ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഡാനിഷ് ആയിരുന്നു. സഖ്യത്തിന്റെ ഏകോപന സമിതി കൺവീനറായിരുന്നു അദ്ദേഹം. ജെഡിഎസിൽ പ്രവർത്തിക്കുമ്പോൾ പദവികളൊന്നും താൻ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ദേവഗൌഡ തന്നെ തെരഞ്ഞെടുക്കുകയും പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തതെന്നും ഡാനിഷ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയാണ് ബിഎസ്പിയിലെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തർക്കങ്ങളെ തുടർന്ന് ബിജെപി സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിൽ. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി പിന്മാറിയാൽ പിന്മാറിയിരിക്കുന്നു. വിവരങ്ങളുമായി ശരത്ത് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയും ഏറ്റവും അവസാന ഘട്ടത്തിൽ മത്സരരംഗത്തേക്കില്ല എന്നറിയിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഇനി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിജെപിയിൽ മുന്നോട്ട് പോവുക? ഇപ്പോൾ തന്നെ വളരെ സങ്കീർണമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, നിലവിൽ തൃശ്ശൂരിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ബിഡിജെഎസിന്റെ സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ഇതേവരെ അന്തിമ തീരുമാനം വന്നിട്ടില്ല. കാരണം അമിത് ഷാ പറയുകയാണെങ്കിൽ ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് തൃശ്ശൂരിൽ മത്സരിക്കേണ്ടുന്നതായ സാഹചര്യം വരും. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കാരണം പത്തനംതിട്ട സീറ്റിൽ വിവിധ 4 നേതാക്കന്മാർ സ്ഥാനാർത്ഥികളാകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ, പി എസ് ശ്രീധരൻപിള്ള, എം ടി രമേശ്, അൽഫോൺസ് കണ്ണന്താനം എന്നീ നേതാക്കന്മാരാണ് പ്രധാനമായും ഇത്തരത്തിൽ പത്തനംതിട്ട സീറ്റ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ സുരേന്ദ്രൻ മത്സരിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഇന്ന് രാവിലെ കാര്യങ്ങൾ എത്തിയിരുന്നു. കാരണം തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയായിരുന്നു ഏറെക്കുറെ ഉണ്ടായിരുന്നത്. എന്നാൽ തൃശ്ശൂരിലേക്ക് കൂടി പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ സുരേന്ദ്രൻ. ആ ഒരു പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ തുഷാർ വെള്ളാപ്പള്ളി മാറുന്ന പശ്ചാത്തലം ഉണ്ടായാൽ തൃശ്ശൂരിലേക്ക് മാറുകയും ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായും പ്രധാനമായും പരിഗണിക്കപ്പെടേണ്ടുന്ന നേതാവ് എന്ന് പറയുന്നത് പി എസ് ശ്രീധരൻപിള്ളയാണ്. എന്നാൽ പി എസ് ശ്രീധരൻപിള്ളയെ യാതൊരു കാരണവശാലും മത്സരിപ്പിക്കരുത് എന്നുള്ള ഒരു കടുത്ത നിലപാടിലാണ് ഈ മുരളീധര പക്ഷമുള്ളത്. കാരണം ശ്രീധരൻപിള്ളയ്ക്ക് ഒരു ഫലനവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര നേതൃത്വത്തെ ഈ മുരളീധരൻ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2 മണ്ഡലങ്ങളിലും കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ വേണ്ടി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല. ഈ 2 മണ്ഡലങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ബിജെപി നോക്കിക്കാണുന്നത്. അവിടെ തന്നെ വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൂടാതെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ തൃശ്ശൂർ സീറ്റ് ബിഡിജെഎസിന് നൽകിയ സീറ്റാണ്. തൃശ്ശൂരിൽ ബിഡിജെഎസിന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എന്ന് പൂർണ്ണമായി വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിന് പകരമായി മറ്റൊരു സീറ്റ് ബിഡിജെഎസിന് നൽകേണ്ടുന്ന സാഹചര്യവും വരും. ആ ഒരു സാഹചര്യം ഉണ്ടായാൽ ബിഡിജെഎസിന് ആശയങ്ങൾ നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അങ്ങനെ ആദ്യങ്ങൾ മത്സരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന പി കെ കൃഷ്ണദാസിന് മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള സാധ്യതയും പരിശോധിക്കേണ്ടതായി വരികയും ചെയ്യും. ഈ രീതിയിൽ വലിയ ഒരു പ്രതിസന്ധി 2 മണ്ഡലങ്ങളെ ചൊല്ലി വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ബിജെപിയിൽ അത് മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെയും കുഴക്കുന്നു. ഇതാണ് ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണാനാകുന്ന പ്രതിസന്ധി. എന്നാൽ അതേസമയം തന്നെ ബിജെപി സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ ഇന്ന് തന്നെ ഏതെങ്കിലും രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കാര്യമായി കടന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നു. ഇനിയും സ്ഥാനാർത്ഥി പട്ടിക ബിജെപിയുടെ വൈകിയാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കം ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം അതാണ്. എന്നാൽ അതേസമയം തന്നെ ദേശീയ നേതൃത്വവും ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി യോഗവും പ്രധാനമായും ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിനുശേഷം മാത്രമേ 3ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 20 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആലോചിക്കാൻ ബിജെപിയുടെ ദേശീയ നേതൃത്വം തയ്യാറാവുകയും ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നുള്ള ആവശ്യം കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ പി എസ് ശ്രീധരൻപിള്ളയും ദേശീയ നേതൃത്വത്തിന് മുൻപാകെ അവതരിപ്പിക്കും. ചിലപ്പോൾ ഇന്ന് രാത്രിയോടുകൂടിയോ നാളെയോ ആയി പട്ടിക പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും
പട്ടികയെ ചൊല്ലിക്കൊണ്ട് വലിയ പ്രതിസന്ധി BJP ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അൽഫോൺസ് കണ്ണന്താനത്തെ പത്തനംതിട്ടയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലിട്ട് BJP-യിൽ ചേർന്ന സോംവടക്കനെ ഒരു പക്ഷേ തൃശ്ശൂരിലേക്ക് കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കുമോ എന്നും ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ശരി. BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ശരത് നൽകിയത്. മുസ്ലിം ലീഗ് SDP രഹസ്യ ചർച്ചയിൽ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ പാണക്കാട് ഹൈദരലി തങ്ങളെ അതൃപ്തി അറിയിച്ചു. യുവനേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചത്. MK മുനീറും KM ഷാജിയും അതൃപ്തി അറിയിച്ചതോടെ രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും ലീഗ് പ്രതിസന്ധിയിലാണെന്നാണ് വിലയിരുത്തൽ. ഒരേ സമയം ന്യൂനപക്ഷ വർഗീയതയെ പരസ്യമായി എതിർക്കുകയും രഹസ്യമായി പിന്തുണക്കുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കൊണ്ടോട്ടി KTDC ടാർമറിന്റ് ഹോട്ടലിലെ ലീഗ് നേതാക്കളുടെ ദൃശ്യങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വിശദീകരിക്കാനാവാതെ മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നടങ്കം പ്രതിരോധത്തിലായി. ഇതാണ് PK കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനുമെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്താൻ ഇടയാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യമായി വിമർശിക്കുന്ന KM ഷാജി, MK മുനീർ തുടങ്ങിയവർ പാണക്കാട് ഹൈദരലി തങ്ങളെ ഫോണിൽ വിളിച്ച് വിയോജിപ്പറിയിച്ചു. യുവനേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്കിൽ നേതാക്കൾക്കെതിരെ പ്രതികരിച്ചത്. തീവ്രവാദികളുടെ മുമ്പിൽ കുമ്പിട്ടല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതെന്ന് നജീബ് കാന്തപുരം ഓർമ്മിപ്പിക്കുന്നു. മലപ്പുറത്തും പ്രത്യേകിച്ച് പൊന്നാനിയിലും SDPI ബന്ധം തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെയും വിലയിരുത്തൽ. പോപ്പുലർ ഫ്രണ്ടുമായുള്ള ലീഗിന്റെ രഹസ്യബന്ധത്തിൽ സമസ്ത നേതാക്കളും ആശ്ചര്യത്തിലാണ്. മുസ്ലിം ലീഗിലെ മുജാഹിദ് അനുകൂലികളാണ് ഇതിനു പിന്നിലെന്നാണ് സമസ്ത നേതാക്കൾ കരുതുന്നത്. പാർട്ടിയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കിട്ടിയ ആയുധം മറുവിഭാഗം ഏറ്റെടുത്തതോടെ ലീഗ് രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. വ്യവസ്ഥിതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന അവബോധം പൊതുജനങ്ങളിൽ സൃഷ്ടിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AKG പഠന ഗവേഷണ കേന്ദ്രവും സർവകലാശാല യൂണിയനുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യങ് സ്കോളേഴ്സ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൌതിക പൊതുനന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ ഗവേഷകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഗ്രസ് നാളെ സമാപിക്കും. ഗവേഷണ രംഗത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവേഷകർ ആർജിക്കുന്ന വിജ്ഞാനം സാമൂഹ്യമാറ്റത്തിന് ഉതകണം. പരമ്പരാഗത മേഖലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളുണ്ട്. എന്നാൽ ഗവേഷണത്തിലൂടെ അവിടെയും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്ക് പരമ്പരാഗതമായ അറിവുകൾ ഒട്ടേറെയുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനാവും എന്ന് ധരിക്കരുത്. ലോകത്തിൻ്റെ വിജ്ഞാനങ്ങളെ ആകെ സ്വാംശീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. അത് ജനോപകാരപ്രദമായി പ്രയോഗത്തിൽ വരുത്താനും കഴിയേണ്ടതായിട്ടുണ്ട്. വിവിധ വിജ്ഞാന ശാഖകളുടെ സംയോജനം, അതിലൂടെയുള്ള പുതിയ വിജ്ഞാനങ്ങളുടെ ഉൽപാദനം, ഈ വഴികളിലൂടെയാണ് നീങ്ങേണ്ടത് എന്ന ധാരണ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും ഗവേഷണങ്ങളിലൂടെ കൂടുതൽ ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2 ദിവസങ്ങളിലെ നടക്കുന്ന കോൺഗ്രസിൽ രാജ്യത്തെ ഗവേഷക, അക്കാദമിക, വിദ്യാഭ്യാസ, സാമൂഹ്യ, ശാസ്ത്ര മേഖലകളിലെ പ്രഗത്ഭർ പങ്കാളികളാകും. 1500ഓളം പ്രതിനിധികൾ 400ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വിജ്ഞാനത്തിന്റെ ആഘോഷം, മാറ്റത്തിനുള്ള ആഹ്വാനം എന്ന വിഷയത്തിലാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ AKG പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ A. വിജയരാഘവൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ CP ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എന്നിവരും സർവകലാശാല VC-മാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.